ചെറിയ കുഞ്ഞുങ്ങളുടെ വെയിറ്റ് കൂടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം? അതിനുള്ള കുറച്ച് ടിപ്സാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഒന്നാമതായിട്ട്, കുഞ്ഞിന് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ബ്രസ്റ്റ് ഫീഡിങ് നമ്മൾ എൻഷുർ ചെയ്യണം. അതിനായിട്ട് കുട്ടിക്ക് പാല് കൊടുക്കുന്ന സമയത്ത് നമ്മൾ പിടിക്കുന്ന പൊസിഷനും ലാച്ചിങ്ങും ഒക്കെ കറക്റ്റ് അല്ലേ എന്ന് നോക്കണം. കൂടാതെ നമ്മൾ കുട്ടിയെ നന്നായിട്ട് ഉണർത്തിയിട്ട് വേണം പാല് കൊടുക്കാൻ. ഒരു പാതി ഉറക്കത്തിലുള്ള പാല് കൊടുക്കൽ നമ്മൾ ഒഴിവാക്കുക. അത് ഈ പാല് തരിപ്പിൽ പോകുന്നത് തടയാനും കുട്ടി നന്നായിട്ട് പാല് കുടിക്കാനൊക്കെ സഹായിക്കും. രണ്ടാമതായിട്ട്, നൈറ്റ് ഫീഡ്സ് കൂട്ടുക. അതായത് രാത്രി കാലങ്ങളിൽ കുഞ്ഞിന് നന്നായിട്ട് പാല് കൊടുക്കുക. ഇതുവഴി രാത്രി കാലങ്ങളിൽ കുഞ്ഞിന്റെ ഷുഗർ കുറഞ്ഞു പോകുന്നത് തടയാനും കുഞ്ഞിന്റെ വെയിറ്റ് കൂടാനൊക്കെ സഹായിക്കും. മൂന്നാമതായിട്ട്, കുഞ്ഞിന്റെ വെയിറ്റ് കൃത്യമായ ഇടവേളകളിൽ നമ്മൾ പരിശോധിച്ചിട്ട് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. അത് നമ്മൾ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ഫോളോ അപ്പിന് പോകുന്ന സമയത്താവാം, അല്ലെങ്കിൽ വാക്സിൻ എടുക്കാൻ പോകുന്ന സമയത്താവാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുട്ടിയുടെ വെയിറ്റിന്റെ ഒരു പാറ്റേൺ നമുക്ക് മനസ്സിലാവും. അതായത് കുട്ടിയുടെ വെയിറ്റ് കുറയാണോ അതോ കൂടി വരുന്നുണ്ടോ, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നാലാമതായിട്ട്, കുഞ്ഞിന്റെ വെയിറ്റ് കൂടുന്നതിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഉറക്കം. കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന സമയത്താണ് അവരിൽ ഗ്രോത്ത് ഹോർമോൺ കൂടുതലായിട്ട് സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ ഒരു 15 മണിക്കൂറൊക്കെ നന്നായിട്ട് ഉറങ്ങുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. അഞ്ചാമതായിട്ട്, കുട്ടി എത്രത്തോളം മൂത്രം ഒഴിക്കുന്നുണ്ട്, എത്ര പ്രാവശ്യം മൂത്രം ഒഴിക്കുന്നുണ്ട്. ഒരു ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരു 8 മുതൽ 10 പ്രാവശ്യം വരെയൊക്കെ മൂത്രം ഒഴിക്കാറുണ്ട്. അപ്പൊ കുഞ്ഞ് നന്നായിട്ട് മൂത്രം ഒഴിക്കുന്നുണ്ടെങ്കിൽ അത് കുഞ്ഞിന് നന്നായിട്ട് പാല് കിട്ടുന്നതിന്റെ ഒരു ലക്ഷണമാണ്. ഏറ്റവും അവസാനമായിട്ട്, നമ്മൾ എല്ലാ പ്രാവശ്യവും ഒരു 20 അല്ലെങ്കിൽ 30 മിനിറ്റ് ഒക്കെ കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്നുണ്ട്, എന്നിട്ടും കുഞ്ഞിന്റെ വെയിറ്റ് കൂടുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു പീഡിയാട്രീഷ്യനെ അല്ലെങ്കിൽ ഒരു ലാക്ടേഷണൽ കൗൺസിലറെ ഒന്ന് കാണിച്ചിട്ട് നമ്മുടെ ഫീഡിങ് ടെക്നിക്സ് ഒക്കെ കറക്റ്റ് അല്ലേ, അതുപോലെ കുട്ടിക്ക് മറ്റുള്ള ഒന്നും ഇല്ല എന്നുള്ളത് നമ്മളൊന്ന് ഉറപ്പുവരുത്തുക. അപ്പൊ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ നമ്മൾ ഉപകാരപ്പെടുന്ന എല്ലാവരിലോട്ടും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്.